നമസ്കാരം. സ്വാമി ശരണം. ശബരിമല ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ആർഭാടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സ്വാമിയെ ദർശിക്കുന്ന അനവധി ഭക്തന്മാർ ഉണ്ട്. ഞാനും ഒരുപാട് ശബരിമലയ്ക്ക് പോയിട്ടുള്ള ആളാണ്. അയ്യപ്പൻ വിളക്ക് അതല്ലെങ്കിൽ അയ്യപ്പൻ്റെ മഹോത്സവമായിട്ട് നടക്കുന്നത് ഓരോ ക്ഷേത്രങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും അയ്യപ്പൻ വിളക്ക് നടക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പോലും അമ്പലം പൂട്ടി വിളക്കുണ്ടാക്കി ഞങ്ങൾ ഒന്നിച്ച് അച്ഛനും ഇളയച്ചനും ഞങ്ങൾ മക്കളൊക്കെ കൂടിയിട്ട് ശബരിമലയ്ക്ക് പോയ അനുഭവം വേറെ ധാരാളമാണ്. സിനിമാ രംഗത്തുള്ള രാജാമണിയും അതുപോലെ തന്നെ സംഗീത ബന്ധമുള്ള അനവധി ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് ആറാട്ടുപുഴ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ വസിഷ്ഠ സങ്കല്പമാണ്. അവിടെ ക്ഷേത്രത്തിൽ വന്ന് കെട്ട് നിറയ്ക്കുകയും ഞങ്ങൾ ഒന്നിച്ച് പോവുകയും ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. അപ്പോൾ ശബരിമലയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാനൊരു 8-10 പ്രാവശ്യം പോയതാണ്. ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ മനസ്സിൽ ധ്യാനിക്കുക, അത് ഇല്ലാതെ ഒരു കാര്യമില്ല. ഏത് നേരത്തും രാവിലെയൊക്കെ കുളിക്ക് കഴിഞ്ഞാൽ ജപം, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പുറത്തേക്ക് പോകാറുള്ളൂ. അങ്ങനെ ചിട്ടയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അവിടെ പോയോ പോയില്ല എന്നുള്ള പ്രശ്നമല്ല, നമുക്ക് എപ്പോഴും ഉള്ളിലുള്ളതാണ് സ്വാമി സങ്കല്പം. ഞാനൊരിക്കൽ ശബരിമലയ്ക്ക് പോയിട്ട് കെട്ടും നിറച്ച് അവിടെ ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ നട തുറന്നാലേ ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന കൂട്ടത്തിലൊരു 500-600 ആളുണ്ടാവും ഫ്രണ്ടിൽ. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന എനിക്ക് നട തുറന്നു കഴിഞ്ഞ് ഭഗവാനെ കാണാനും അതിൻ്റെ തിടുക്കം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു പാട്ട് നട തുറന്ന വശം അവിടെ നിന്ന് ഒഴുകി വരിക. 1 100 പൊന്നമ്പലം നിനക്കായിരം പൊന്നമ്പലം. വോളിയം 7 അയ്യപ്പൻ. അത് കേട്ടപ്പോൾ നിൽക്കുന്ന എനിക്ക് ഈ ക്ഷീണമൊക്കെ മാറി കരച്ചിലായി. കണ്ണീറിനാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ യേശുദാസ് പാടിയ പാട്ട് നട തുറക്കുന്ന സമയത്ത് ആദ്യം വെച്ച പാട്ടതാണ്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഈ ശബരിമലയ്ക്ക് പോവുകയും ഭക്തി മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ടാവും. പക്ഷേ എനിക്ക് സ്വന്തമായി ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശബരിമലയുടെ കാര്യം പറയുമ്പോൾ ഭക്തന്മാർ അനവധി രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ മകരവിളക്ക് എന്ന് പറയുന്ന മഹാ അത്ഭുതമായിട്ടുള്ള സമയം. എത്ര ജനങ്ങൾ വന്ന് അവിടെ ഭഗവാൻ ദർശിക്കാൻ വരുന്നു. വല്ലാത്തൊരു അനുഭവമാണ്. എനിക്ക് സ്വാമിയെക്കുറിച്ചുള്ള അനവധി പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദാസയുടെ തന്നെ പാടിയിട്ടുള്ള ഒരു 15-20 പാട്ട് അയ്യപ്പനെക്കുറിച്ച് മാത്രമുണ്ട്. സിനിമ പാട്ടുകളും മറ്റൊക്കെ വേറെ, ഭക്തിഗാനം. പിന്നെ അതിലെല്ലാവരും പാടിച്ചിട്ടുള്ള ജയചന്ദ്രൻ്റെ, നമ്മൾ മഹാനായ പാവം പാട്ടുകാരൻ ജയേട്ടൻ്റെ ഓർമ്മയിൽ നമ്മൾ വളരെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക 2 ദിവസമായിട്ട്. അദ്ദേഹം എൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ എസ് രമേശ് നായർ, PC അരവിന്ദൻ, ചൂരൂർ കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ ചേർന്ന് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊരു അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ശബരിമലയെ പറയുമ്പോൾ ഒരു മാറി നിന്ന് സംസാരിക്കാനോ അതല്ല എന്ന് പറയാനോ പറ്റുന്ന ഒരാളല്ലാത്തതുകൊണ്ടും അവിടെ പോകേണ്ട ആൾക്കാർ പോകാത്തതുണ്ടെങ്കിൽ പോയേ തീരൂ. ഒന്ന് ദർശിച്ച് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ട് ഭഗവാൻ ദർശിച്ച് വരണം. നിർബന്ധമായി വേണ്ട കാര്യങ്ങളത്. ഇനിയും പോയിട്ടില്ലാത്ത ആൾക്കാർ നിർബന്ധമായിട്ട് പോകുക, ഭഗവാനെ കണ്ട് ധ്യാനിച്ച് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭക്തിയാണത്. അതുണ്ടാകാൻ വേണ്ടി ക്ഷമിക്കുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കാം. ഈ അനുഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ പോസ് വരില്ല. ടാപ്പ് തുറന്നമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നുണ പറയുമ്പോൾ പോസ് വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സത്യം പറയുമ്പോൾ സത്യമായ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചുള്ള പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ വാചാലമായിരിക്കും. നമ്മൾ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കുന്നു. എൻ്റെ പാട്ടുകൾക്ക് പ്രത്യേകിച്ചൊരു പകിട്ടും നിറവും വേറൊരു ശൈലിയും ഉണ്ടെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. പാട്ട് നല്ല സുഖമാണ് കേൾക്കാൻ, പക്ഷേ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയും. എല്ലാ പാട്ടുകാരികളും പാട്ടുകാരന്മാരും പറയുന്ന വിഷയമാണ്. പക്ഷേ നമുക്ക് നമ്മളായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പാത നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മുടെ എല്ലാവർക്കും വേണ്ടൊരു അനുഭവമാണ്.
ഏത് രംഗത്താണെങ്കിലും വ്യത്യസ്തത വളരെ നിർബന്ധമാണ്. ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകണം. അപ്പോഴേ അയാൾക്ക് സ്ഥാനം ഉണ്ടാവുള്ളൂ. ജനങ്ങൾ സമൂഹത്തിൽ വില ഉണ്ടാവണമെങ്കിൽ അങ്ങനെ വേണം. അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന വഴി, ആ വഴിയിലൂടെ സഞ്ചരിക്കാതെ നമ്മൾ വേറൊരു വഴി കൂടെ അറിഞ്ഞോ അറിയാതെയോ വന്ന് പെട്ടു എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുന്ന വഴി അത് നമുക്ക് സ്വന്തമായൊരു വഴിയായി തീർന്നു. കൽപ്പാത്തക്കാലത്തുള്ള പാട്ട് തന്നെ നല്ല ലക്ഷണമാണ്. ഇപ്പോൾ 48 കൊല്ലമായി. അത് ഇന്നും ജനങ്ങൾ എന്നെ പറയുമ്പോൾ അവർ കെട്ടിയിട്ടിരിക്കുക. ശരിക്കും എത്ര ആയിരം പാട്ടുണ്ടാക്കിയാലും മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശീലിൽ നമ്മുടെ രീതിയിലുണ്ടാക്കുമ്പോൾ പാട്ട് റിപ്പീറ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നല്ലതാണെന്ന് പറഞ്ഞു വിടാതെ എല്ലാ പാട്ടുകളും പാടുന്നവർ വളരെ കുറവാണ്. അനുഭവം തന്നെയാണ്. അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ അയ്യപ്പൻ്റെ ചരിത്രത്തിൽ അനവധി പാട്ടുകൾ പലരും ചെയ്തെങ്കിലും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അയ്യപ്പസ്വാമി സീസണിൽ എനിക്ക് ഉണ്ടായൊരു അനുഭവം, യേശുദാസിൻ്റെ തരങ്ങണിക്ക് വേണ്ടി എല്ലാ സ്വാമിക്കായി എന്ന ടൈറ്റിലിൽ ഒരു പാട്ടുണ്ടാക്കി. ഞാനും രമേശ് നേര 10 പാട്ടുകളാണ്. അതിലൊരു പാട്ട്, എല്ലാ പാട്ടുകളും നല്ലതെന്ന് ജനങ്ങൾ പറയുന്നു. അതിലൊരു പാട്ടിൻ്റെ സങ്കല്പം വേറൊരു എഴുത്തുകാരനോ വേറൊരു എഴുത്തുകാരന്മാരോ മറ്റുള്ള ഗാനരചയിതാക്കളൊന്നും ആരും സമീപിച്ചിട്ടില്ല. ആ മാറ്റർ ഒരു ഭക്തൻ വന്ന് പമ്പയിൽ വന്ന് വിരിവെച്ച് ഇങ്ങനെ പൂർണ്ണചന്ദ്രനെ കണ്ടിങ്ങനെ കിടക്കുക. അപ്പോൾ ആ ഭക്തൻ നല്ലൊരു പാട്ടുകാരൻ കൂടി ആണെങ്കിലോ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം യേശുദാസിനെ പോലെ ഒരു മഹാനായ പാട്ടുകാരെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടതെന്നുള്ളത് പാട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. രചന അങ്ങനെ വെക്കുന്നു, അങ്ങനെ കണ്ടിങ്ങനെ കിടക്കുന്ന സമയത്ത് ആളിങ്ങനെ മയങ്ങി, സ്വാമിയെ ശരണം വിളിച്ച് ഇങ്ങനെ കിടന്ന് മയങ്ങിയപ്പോൾ ഒരാൾ വന്ന് അടുത്തിരുന്ന് അവനെ ഒരു പാട്ട് പാടുമെന്ന് പറയാം. അപ്പോൾ ആൾ ഹരിവരാസനം എന്ന് പാടി, 4 വരി പാടി കഴിഞ്ഞപ്പോൾ നിർത്തി. എന്നിട്ട് കരിമ്പാടത്ത് മൂടി പുളപ്പിച്ചിട്ട് തൊണ്ടയിലൊക്കെ ഇങ്ങനെ തടയി. മോനൊന്ന് ഇനിയൊന്ന് പാടൂ, അല്ല വായ തുറക്കാൻ പറഞ്ഞു. വായ തുറന്നപ്പോൾ കുറച്ച് അമൃതം ഒഴിച്ചു കൊടുത്തു. മോൻ ഇനി പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം എന്നുള്ള ലാസ്റ്റ് സ്റ്റാൻസ് പാടി. അത് കഴിഞ്ഞ് ഒരു പെട്ടെന്ന് തുറന്നപ്പോൾ ആരും കാണാനില്ല. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ മാറ്റർ. നിലാവേ വാ, ഈ വമ്പാ തീരത്ത് വിരിവെച്ചതാ, എല്ലാം മറന്ന് ഞാൻ ഇരുന്നോട്ടെ, എൻ്റെ വില്ലാളി വീരനെ കണ്ടോട്ടെ എന്നാണ് പാട്ട്. നിലാവേ വാ, ഈ വമ്പാ തീരത്ത് വിരിവെച്ചു താ, എല്ലാം മറന്നു ഞാനിരുന്നോട്ടെ, എൻ്റെ വില്ലാളി വീരനെ കണ്ടോട്ടെ. വെള്ളി കുത്തിയ നീലാകാശം പുലിയായിറങ്ങുന്നു, പൂനിലാവ് പുലിപ്പാലാകുന്നു, ലോകദുരിതങ്ങളൊഴിയുന്നു, ആളറിയാതെൻ്റെ അരികിൽ വന്നവനൊരു ഗാനം പാടാൻ പറയുന്നു, ഞാൻ പാടുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാതുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാനും ദേവമാശ്രയേ, ഹരിഹരാനും ദേവമാശ്രയേ. നിലാവേ വാ, ഈ വമ്പ തീരത്ത് വിരിവെച്ചു താ, എല്ലാം മറന്നു ഞാനിരുന്നോട്ടെ, എൻ്റെ വില്ലാളി വീരനെ കണ്ടോട്ടെ. പാടിത്തീരും മുമ്പേ ഭഗവാൻ പാവമൻ വിരിയിലുറങ്ങുന്നു, നീലക്കരിമ്പടം പുതപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ പുണ്യം അറിയുന്നു, ഞാനറിയാതെൻ്റെ
ദാനത്തിൽ ഈശ്വരൻ തേനിൻ സുഹൃതം നിറയ്ക്കുന്നു ഞാൻ പാടുന്നു. ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിഹരാത്മജം ദേവമാശ്രയേ. ഇങ്ങനൊരു പാട്ട് അയ്യപ്പഗാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടാവില്ല, ഉറപ്പാണ്. വേറെ എത്ര പാട്ടെടുത്താലും ഇങ്ങനൊരു മാറ്ററിൽ ഉള്ളൊരു പാട്ടുണ്ടായിട്ടില്ല. അതെൻ്റെ പേരിൽ നിൽക്കുന്നു, ദാസേട്ടൻ പാടുന്നു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരമപുണ്യമല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയണേ നമുക്കിത് തന്നെ പറഞ്ഞിരിക്കേണ്ടി വരും. അത് ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക്. പക്ഷേ സ്വാമിയുടെ കാര്യത്തിൽ നമ്മൾ മകരവിളക്കും ഈ മണ്ഡലകാലവും ആ സീസൺ അങ്ങ് വന്നാൽ സർവ്വ ആൾക്കാർക്കും മോക്ഷം കിട്ടി അവരൊക്കെ വളരെ സടകുടഞ്ഞ് എഴുന്നേറ്റ് അതിനുവേണ്ടി തയ്യാറാവുക. വ്രതമെടുത്ത് സുഖമായിട്ട് സ്വാമിയെ ദർശിക്കാൻ പോകുന്നൊരു കാഴ്ച ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു കാഴ്ചയായിട്ടുള്ള വേറൊരു കാഴ്ച എനിക്ക് തോന്നിയിട്ടില്ല. ജനങ്ങളിങ്ങനെ പറ്റമായിട്ട് ഇങ്ങനെ വന്ന് എത്ര ദേവാലയത്തിലാണ് പോകുക. അവർ ശബരിമലയിലേക്ക് വരുന്നതിന് വേണ്ടി മുന്നോടിയായിട്ട് വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോയി തൊഴുതിട്ട് അവിടെ ചെല്ലും. ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. മകരവിളക്ക് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മകരവിളക്ക് നമ്മൾ ദർശിക്കുന്നത് ടി വിയിൽ കൂടെയാണ്. അവിടെ ആ സമയത്തേക്ക് പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാ കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ കാലം. എന്തായാലും സ്വാമിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് സംസാരിച്ച് ഭക്തന്മാരോട് പറയാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സ്വാമിയുടെ മുൻപിൽ നമസ്കരിച്ച് സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടും എല്ലാവരോടും ഒന്നും കൂടി പറയുന്നു, ഒക്കെ പോയി ഭഗവാനെ ദർശിക്കൂ. എല്ലാവർക്കും സ്വാമി ശരണം. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, നല്ല ജീവിതം ഉണ്ടാകട്ടെ, എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.